ഹലോ ഗൈസ്, അമിതമായാൽ അമൃതും വിഷമെന്ന് കേട്ടിട്ടില്ലേ? ആ ഒരവസ്ഥയാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നെവിൻ കാട്ടിക്കൂട്ടുന്നത്. അതായത് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നെവിൻ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് നെവിന് പോലും അറിയത്തില്ല. അതുപോലുള്ള പ്രവൃത്തികളാണ് നമ്മുടെ നെവിൻ കാണിച്ചു കൂട്ടുന്നത്. അതായത് നമ്മുടെ മലയാളി പ്രേക്ഷകർ ഒരുപാട് പേര് നെവിൻ്റെ കുട്ടിക്കളികൾ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2 ദിവസം കാണിച്ചു കൂട്ടിയത് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. ആദ്യം കാണിച്ചത് നമ്മുടെ അനുമോളോട്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങിയിട്ട് അനുമോളുടെ ബെഡിലേക്ക്, അതായത് നമ്മുടെ ചായ പാത്രത്തിൽ വെള്ളം കൊണ്ടുഊറ്റുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഷാനവാസിക്കയുമായിട്ട് കാണിച്ചു കൂട്ടിയത് ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ കുട്ടിക്കളികളായിട്ട് കണ്ടിട്ട്, പക്ഷേ ഈ നെവിൻ്റെ അവസാനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. ശരിക്കും ബിഗ് ബോസ് വാൺ ചെയ്തിട്ടും നെവിൻ്റെ ഈ കുട്ടിക്കളികൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ടെന്ന് നെവിനും ആദ്യമൊക്കെ അറിയായിരുന്നു. അതുകൊണ്ടാണ് നെവിൻ ഇങ്ങനെ പോകെ ഈ വലിയ കാര്യങ്ങളിലേക്ക് വന്നത്. പക്ഷെ ലാസ്റ്റ് വാണിങ്ങിൽ നമ്മുടെ നെവിൻ ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് വാണിങ്ങിൽ നെവിന് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ലാസ്റ്റ് സമയം നെവിനെ ബിഗ് ബോസ് വിളിച്ചപ്പോൾ നെവിൻ പറഞ്ഞത് ഈ ഒരു സംഭവം കാരണം ഞാൻ എവിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. നെവിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് നെവിൻ ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഹെയ്റ്റേഴ്സിൽ ഒരാളാണ് ഞാനും ഇപ്പോഴും. കാരണം നെവിന് ഞാനും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നെവിന് വോട്ട് ചെയ്യുന്നില്ല. അത് ഈ നെവിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ഗൈസ്. ഐദുവിന് ബിഗ് ബോസിലെ ഏത് കണ്ടസ്റ്റൻറ്റിനെ ഐദു ബേബി ഇഷ്ടം? അനുമോൾ ചേച്ചിയുടെയോ?